മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ പറയുന്നത് എന്തായിരിക്കും? എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ പോകുന്നതിന് പകരം നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണത്. ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രയേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലേ എന്ന് പറയാം. അതേസമയം ഇപ്പൊ രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്താണ്. തീരുമാനം മാറ്റം എന്നാണ് പറയുന്നത്. 100% മാറ്റാൻ തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുന്നത്? ND അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? തൃക്കാക്കരയിൽ 2020 ജയിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിയിൽ പോയി മത്സരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ 3-ൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അവിടെയാണ് ഒരുവന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും എന്നോടത്ത് വിളിച്ചു പറഞ്ഞ ആവശ്യങ്ങൾ പറയുന്ന ഒരുവന് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ് പൊളിറ്റിക്കൽ സ്പേസ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പൊ താൻ പോയിട്ട് റോട്ടിൽ ഒരു പെൺകുട്ടിയുടെ അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും നീ ആരടി എന്നൊരു ചോദ്യം വരും. 24-ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തന്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ് മാധ്യമ പ്രവർത്തക എന്ന പവറും. ഇനി മാധ്യമ പ്രവർത്തക തന്നെ ആയിക്കോ, അത് ഡിഫറൻറ്റ് ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ലെവലിൽ ഓഫ് അംഗീകാരം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്.